മാക്സിമം അതായത് കുറച്ച് ഫുട്ബോൾ സ്കിൽസും പിന്നെ ഷൂട്ട് പവർ ഇതൊക്കെ പഠിപ്പിക്കാനാണ്, കാണിക്കാനാണ്. ആദ്യത്തെ സ്കില്ല് പിന്നെയില്ലേ, ജസ്റ്റ് ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കട്ടോ. ഓക്കെ ഗായ്സ്, ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ നാളെ പണിയിലേക്ക് വിട്ടാലോ. ആദ്യമാണ് സ്കില്ലെന്ന് പറയുന്നത്. സ്കില്ല് നമുക്ക് അടയ്ക്കട്ടെ, നിങ്ങളെന്തായാലും നോക്ക് പറയാം. ഹലോ ഗൈസ്, അപ്പോൾ സ്കില്ല് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഡ്രിബിളിങ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത് ഇതിവിടെ പിടിക്കുക. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഡ്രിബിളിങ് ആണ്. ഞാൻ ചെയ്ത ഡ്രിബിളിങ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. പിന്നെ അവരുടെ ഡ്രിബിളിങ് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്ന ഡ്രിബിളിങ് ആണ്. പക്ഷെ എൻ്റെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം എൻ്റെ സ്കില്ല് ചെയ്യേണ്ടത് കാലി ഇങ്ങനെ ഓടി വന്ന കാലിൻ്റെ കിഴിലൂടെ എടുക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റിലൊക്കെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുക. മനസ്സിലായോ? ഞാൻ ഒരു സ്പീഡിൽ കളിച്ചേക്കാം. ഓടി സ്റ്റാർട്ട് ചെയ്യാം. സോറി ഗൈസ്, മാറിപ്പോയി. മറ്റേ മെഡിക്കൽ സ്കില്ലാണ് ഉദ്ദേശിച്ചത്. അതുപോലെ നോക്കോ. എൻ്റെ സ്കില്ല്. ഇനി മറ്റവരുടെ സ്കില്ല് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്കിനി അടുത്ത സ്കില്ലോട്ട് വന്നാലും സ്കിൽ 2. അടുത്ത സ്കിൽ എന്ന് പറഞ്ഞാൽ റെയിൻബോ ആണ്. ഇതിനകത്ത് 2 റെയിൻബോ ഉണ്ട്. ഒന്ന് റെയിൻബോ 1, ഒന്ന് ഇതിനകത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ ചെയ്തത് നമ്മുടെ റെയിൻബോ, നമ്മുടെ ഈ റെയിൻബോ ആണ്. ഇങ്ങനെ കിട്ടുന്നില്ല, ഇങ്ങനെ ചുമ്മാ ചെയ്യുന്ന റെയിൻബോ ആണ്, അല്ലാതെ മറ്റേതല്ല. അവൻ ചെയ്തത് ഇങ്ങനെയാണ്. ശരിക്കുള്ള റെയിൻബോ അറിയാലോ, അതൊന്നുമല്ല. അന്ന് ആ റെയിൻബോ ചെയ്യണമെങ്കിൽ ഇതില്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ മതി. മനസ്സിലായോ? സാധനം once more guys. Once more. Guys, കണ്ടില്ല? ക്യാമറ ഓഫ് ആയിക്കോ. കണ്ടാ? ഇത് ചെയ്യാൻ പാടാ. നമുക്ക് റെയിൻബോ 2 എടുക്കാം. ഇതാ നിങ്ങൾ കാണിച്ചതാണ്.
ഇതാണ് ശരിക്കുള്ള റെയിൻബോ. ബൂട്ട് ഇട്ടില്ല, ഞാൻ ബൂട്ട് ഊരിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി കാണിച്ചു തരാം. ഇതാണ് guys ശരിക്കുള്ള റെയിൻബോ. മീൻസ് നമ്മൾ കാല് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഈ സാധനം ബാക്കിലൂടെ പോകും. അപ്പൊ നമ്മൾ അതിനിടയിൽ കൂടെ ഇങ്ങനെ ഈ കാല് ലെഫ്റ്റ് കാല് പൊക്കണം. ഇത് കാണിച്ചില്ല. റൈറ്റ് കാല് പൊക്ക് കഴിഞ്ഞ് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മീൻസ് ഇത് നോക്ക്, ഈ കാല് ഇങ്ങനെ എടുക്കുക. നോക്ക്, ഇങ്ങനെ എടുക്കുന്നതിന് കൂടെ തന്നെ ഇങ്ങനെ ആടുക. നോക്കേ, ഇങ്ങനെ ആടുക. അത് അപ്പം തന്നെ പൊക്കിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടുക. കാണിച്ചേക്കാം ഗൈസ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്കിൽ. അടുത്ത സ്കിൽ കാല് കൊണ്ട് ഈ സൈഡിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഇതാണ് സ്കില്ല്. ഓക്കെ, ഇതാണ് സ്കില്ല്. മീൻസ് ഈ കാര്യം കൊണ്ട് ഇതിങ്ങനെ പൊക്കുക. പൊക്കുക, റൈറ്റ് ഇങ്ങനെ എടുക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? നോക്ക്, അതൊരു സൈഡിലോട്ട് പൊക്കുക, ഇങ്ങനെ എടുക്കുക. മനസ്സിലായി? അടുത്ത നാലാമത്തെ സ്കിൽ. നാലാമത്തെ സ്കിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുന്നയാ, ഈസിയാ. നോക്ക്, ഇതേപോലെ ഇങ്ങനെ ചുമ്മാ കാല് മുന്നോട്ട് വെക്കുക, റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ട് വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ട് വെക്കുക. നോക്ക്, മുന്നോട്ട് തട്ടി റൈറ്റ് കാലം കൊണ്ട് ബാക്കിലോട്ട് എടുത്തു, ഫ്രണ്ടിലോട്ട് എടുത്തു, എന്നിട്ട് ലെഫ്റ്റ് കാലം കൊണ്ട് ബാക്കിലോട്ട് എടുക്കുക. സ്പീഡിൽ കാണിക്കുക. കാണിക്കുക. ഓക്കെ, ഇത് മനസ്സിലാക്കിയിരിക്കും. അടുത്ത ലാസ്റ്റ് അഞ്ചാമത്തെ. അടുത്ത ഇതെന്ന് പറയുന്നത് കാല് റൈറ്റ് കാല് ഇതിന് മേളിൽ കൂടെ എടുത്തിട്ട് ലെഫ്റ്റ് കാല് ഇങ്ങനെ എടുക്കുക. ഈസി, എല്ലാവർക്കും അറിയാമോ? ഓക്കെ ഗൈസ്, ഇങ്ങനെ എടുക്കുന്നു. സ്പീഡിൽ കാണിച്ചാൽ മീൻ ഞാൻ പറഞ്ഞത് ഇതിലൂടെ ഇങ്ങനെ എടുത്തിട്ട് അത് കുറച്ച് പോയി കഴിയുമ്പോൾ ഓക്കെ പറഞ്ഞേ ശ്വാസം വിട്ടോട്ടെ. റൈറ്റ് കാര്യം കൂടെ വെച്ചിട്ട് ഇതേപോലെ അടിച്ചിട്ട് ഇതിങ്ങനെ കുറച്ചുകൂടെ വരുമ്പോൾ റൈറ്റ് ആയതുകൊണ്ട് റൈറ്റിലോട്ട് തന്നെ അടിക്കണം. ഇത് നിൽക്കണം. ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. ഓക്കെ,
ഷൂട്ടൗട്ടിന് ബൂട്ടില്ലാതെ പറ്റില്ല ഗൈസ്. അപ്പം ഗൈസ് ബൂട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഷൂട്ടൗട്ട് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കർവ് ഷോട്ട്. അപ്പം ഗൈസ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർവ് ഷോട്ട് നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം കാണിച്ചു തരാം. ഈ ഭാഗം ഉണ്ടല്ലോ, ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പൊ കാണാലോ എൻ്റെ നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം കാണില്ല എന്ന് മനസ്സിലായി. ഒരു മിനിറ്റ്. ഈ സാധനം ഇപ്പം കാണാമോ? നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം കൊണ്ട് വേണം, ബൂട്ടിൻ്റെ ഈ ഭാഗം കൊണ്ട് വേണം കർവ് അടിക്കാൻ. മീൻസ് ഇതുണ്ടോ, ഇങ്ങനെ പോകണം, എന്നാലും അത് കർവാവണം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോക്ക് ഇതേപോലെ ഈ ബോളിൻ്റെ എന്നാ കറങ്ങണം. ഒരു ഇത് ടെസ്റ്റ് കാണിച്ചു തരാം. പോടെ കണ്ടില്ല ഗൈസ്, ഇതാണ് കർവ്. ഇങ്ങനെ അടിക്കണം. ഒന്നുകൂടെ കാണിച്ചു തരാം. എനിക്ക് കണ്ണും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നി. ഇപ്പം കിട്ടാത്ത പൊക്കി അടിക്കാൻ നോക്കട്ടെ ഗൈസ്. ഈ ഭാഗം കൊണ്ടടിച്ചാൽ മതി. കാണിച്ചു തരാം. കണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അത് ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ആൻഡ് താങ്ക്സ് ഫോർ ഗൈസ്. ഒരു കാര്യം പറയാൻ പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് അടിച്ചണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ പിന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണം. കൂടെ നിങ്ങളുടെ സ്കൂളിലത്തെ പി ടി സാറിൻ്റെ പേരും കൂടി ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ, ബൈ.